നമസ്കാരം. ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികൾ, ഗൾഫിലാണ്, അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ. ഒരു സമയം കഴിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ പോകണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതുപോലെ കാശുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ പല രാജ്യത്തൊക്കെ നിൽക്കാൻ പറ്റണം. ഭയങ്കരമായി കാശുള്ളതൊക്കെ പറ്റത്തുള്ളൂ. സാധാരണ ഒരു വ്യക്തിക്കൊന്നും അങ്ങനെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ റെസിഡൻസ് ഒന്നും അടിച്ച് നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ഇപ്പോഴത്തെ സ്ഥിതിയിലില്ല. നിങ്ങളൊരു ഇൻവെസ്റ്ററോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അല്ലാത്ത വ്യക്തികളെ പറ്റി പറയാം. ഒരു വ്യക്തി, പ്രവാസി ഒരു വ്യക്തി, അദ്ദേഹം നല്ല ജോലിയൊക്കെ ഉണ്ട്, നല്ല കമ്പനി, നല്ല പൊസിഷനൊക്കെ ആയിരുന്നു. ഇയാളങ്ങ് ജോലി എന്ന് പറഞ്ഞങ്ങ് ചത്ത് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പൈസ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, നല്ല ബോണസും നല്ലതായിട്ട് ഇൻക്രിമെൻറ്റും നല്ല സാലറിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇയാളുടെ ഫാമിലി ലൈഫ് അത്ര സ്മൂത്തല്ല. ഇയാൾ പലപ്പോഴും ഭാര്യയുമായിട്ടൊക്കെ പ്രശ്നം, മക്കളുമായിട്ടൊക്കെ പ്രശ്നം. മക്കൾ പഠിത്തം കഴിഞ്ഞ് പല വഴിക്കങ്ങ് പോയി, ഭാര്യയ്ക്കും ജോലിയുണ്ട്. ഇവർ മ്യൂച്വലി അങ്ങ് ഡിവോഴ്സായി ഇടയ്ക്ക് വെച്ച്. അപ്പം മക്കളും പഠിത്തം കഴിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്ക് ഭാര്യയൊന്നും വേണ്ട, ഭാര്യയുടെ ആവശ്യമില്ല. ഭാര്യ എന്തിനാണ്, ഭക്ഷണമൊക്കെ ആണെങ്കിലും പുറത്തുനിന്ന് കിട്ടും. അതൊക്കെ ഭയങ്കര എൻഗേജ്മെൻ്റുള്ള ഒരു മനുഷ്യനാണ്, ജീവിതം ആസ്വദിച്ചിങ്ങനെ പോവാണ്. അങ്ങനെ ഒരു സമയം കഴിഞ്ഞപ്പം ഇയാൾക്ക് പെട്ടെന്നൊരു ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച് തുടങ്ങി. ഇപ്പം നമ്മൾ ഈ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ചില പ്രവാസികൾ സാധാരണ ഒരു മനുഷ്യർക്ക് ഈ അസ്വസ്ഥതകൾ വന്ന് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതിലെ ഈ ബന്ധുക്കളുടെ കാര്യം പറഞ്ഞ പോലെ ഒന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും പടപടപടയുന്ന എല്ലാ അസുഖങ്ങളും പിന്നെ പുറകാലെ കയറി വരും, വലിയ താമസമില്ലാതെ. ചില വിദഗ്ധരായ ഡോക്ടേഴ്സ് പറയുന്നത് വെച്ചാൽ നമ്മൾ അതിനുള്ള മരുന്ന് എടുക്കുമ്പോഴത്തേക്ക് ബാക്കി അസുഖങ്ങളൂടെ കയറി വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ, ഇയാൾ നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അങ്ങ് ഹെൽത്ത് വൈസ് ഡൗൺ ആയിപ്പോയി. അപ്പം ഇയാൾക്കൊരു സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മറ്റൊരു വീട്ടുകാരുടെ ആവശ്യമില്ല, വേണം. ജോലിയിൽ കൃത്യമായിട്ട് പല കാര്യങ്ങളും ഇയാൾക്ക് ടൈമൊന്നും പാലിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വന്ന് അയാൾക്ക് മനസ്സിലായി. അത് കമ്പനിക്ക് മനസ്സിലായ സമയത്ത് ഇയാളോട് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ റിട്ടയർ ചെയ്തു, അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റൊക്കെ കൊടുത്ത് പുള്ളി അങ്ങ് നാട്ടിൽ വിടാനുള്ള ശ്രമം നടത്തി. ഇയാൾ ഓക്കെ, അത്യാവശ്യം നല്ല സെറ്റിൽമെൻറ്റൊക്കെ ഉണ്ട്. ഇയാൾ നാട്ടിലേക്ക് പോകാനൊക്കെ ക്രമീകരിച്ചു. ഇയാൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പറ്റിയ വിഷയം എന്താ പറഞ്ഞാൽ, ഇയാൾക്ക് ഈ പറയത്തക്ക യാതൊരുമായ ആൾക്കാരുമായിട്ടൊരു ബന്ധമില്ല. ഈ ഗൾഫിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഒരുപാട് കാശുണ്ടായിരുന്നു, 2-3 വർഷം കൂടുമ്പോൾ നാട്ടിൽ പോകും. ഞമ്മല്ലേ, ഭാര്യയുമായിട്ടൊക്കെ ഡിവോഴ്സായി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ നാട്ടോട്ടും വരായിട്ടൊന്നും പോകാറില്ല. ഇപ്പം നാട്ടിലാണെങ്കിൽ പഴയ വലിയൊരു വീടുണ്ട്. ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ സെർവൻസ് പോലും ഇല്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഇപ്പം വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട് വലിയായിട്ടൊന്നും ആൾക്കാരൊന്നും റെഡി ആവുന്നില്ല.